ഇതെന്നെ ഈശ്വര പെട്ടെന്ന് പറ്റി. ഞാൻ 2 മാസമായിട്ട് പീരീഡ്സ് ആയിട്ടില്ലല്ലോ. ഞാൻ എന്നാ ചെയ്യാ? ഹോസ്പിറ്റലിൽ പോകുന്ന നല്ലത്. എങ്ങോട്ടാ? എവിടേക്കാ പോകുന്നതെന്ന്? അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോവാമോ? പോ. വെയിറ്റ് ചെയ്തോട്ടോ, റിസൾട്ട് വരട്ടെ. നക്ഷത്ര, കൺഗ്രാജുലേഷൻസ്. എന്നാ കൺഗ്രാജുലേഷൻസ് എന്ന്. താൻ പ്രഗ്നൻ്റ് ആണ്. 2 months-ആയി. കൂടെ ആരും വന്നില്ലേ? ഇല്ല. ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് വരുമ്പോൾ ആരെങ്കിലും കൂട്ടിയിട്ട് വരണം കേട്ടോ. പിന്നെ വെയിറ്റ് നല്ല കുറവാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കണം. കൃത്യസമയത്ത് ഫുഡും അതുപോലെ തന്നെ ടാബ്ലറ്റും കഴിച്ചോളണം. പഴയ പോലെയല്ല, ഉള്ളിൽ ഒരാളുകൂടി ഉണ്ട്. എന്നാ ടാബ്ലറ്റൊക്കെ കൃത്യസമയത്ത് കഴിച്ചോളണം കേട്ടോ. ശരിയല്ലേ? വാവേ, ചായ എടുത്ത് വെച്ചേണ, എടുത്ത് കുടിച്ചിട്ട് പൊക്കത്തോട്ട് പോട്ടോ. ദോ പോണ. ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? കുറച്ചു നേരം കഴിയുമ്പോൾ എടുത്ത് കുടിച്ചോളൂ. നീ എന്തിനാ ഇതിന് മാത്രം കഴിഞ്ഞേ? ഞാൻ അത്രയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കണ്ട കാര്യം ചോദിച്ചേ ഉള്ളൂ. പിന്നെ ഞാൻ പറയുന്ന കാര്യം, അവൾ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വലിയ പ്രശ്നമില്ലെന്നല്ല, എനിക്ക് തീരെ പ്രശ്നമില്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഇല്ലേ? നിന്നേക്കാൾ മുന്നേ ഞാൻ അവൾക്കാൻ തുടങ്ങുക. നീ കയറുമെന്നും പറഞ്ഞാൽ ഞാൻ അവളെ തലപ്പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് നല്ല വിഷമം. അതെനിക്കറിയാം. പിന്നെ നിന്റെ താലി കാണാണ്ട് പോയി നമുക്ക് അതിനി അവൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉപേക്ഷിച്ചു വേണം. അമ്മ, എനിക്ക് അമ്മയുടെ ഫോണൊന്ന് തരുമോ? എന്തിനാ? ഒരു കോള് ചെയ്യാനാ. മുറിക്കകത്തിരിപ്പുണ്ട്, പോയി എടുത്തോ. അമ്മ, ഫോൺ ഞാൻ കൊണ്ടുപോകാം കേട്ടോ. കോള് വിളിച്ചു കഴിയുമ്പോൾ കൊണ്ടുതരാം. മോളെ കൂട്ടിയിട്ട് പോവാൻ പറയാൻ വിളിക്കണേണമെന്നാവോ? ഹലോ, എന്താ? എനിക്കൊന്ന് സംസാരിക്കണം കേട്ടോ ഏട്ടനോട്. 2 മാസമായല്ലോ എന്നോട് മിണ്ടിട്ട്. അത്രയ്ക്കും ദേഷ്യമാണ് എന്നോട്. ഡി, എണീച്ച പോയി വരെ എടുത്ത് കഴിക്കാൻ നോക്ക്. ഇന്നലെ രാത്രി ഒരു സാധനം കഴിക്കാണ്ട് വന്ന് കിടക്കുന്ന. സമയത്തായ്മ. അയ്യോ, സമയത്രായെന്ന് അറിഞ്ഞാലായിരിക്കും മോൾ എണീക്കുള്ളൂ. എന്നിട്ട് പോയി പല്ലേക്കടി. പോവാ. ഇത് എങ്ങോട്ടാ പോന്നേ? മുറിയിലോട്ട്. എന്റെ പൊന്നെ പെണ്ണ, ഞങ്ങൾ രണ്ടുപേരും നിന്നെ പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്നൊന്നുമല്ല. 2 കോഴിമുട്ട വാങ്ങി തട്ടെ, അവിടെ ഇരിക്കുവോ? എന്തെന്നാ? അയ്യോ, എന്തെന്നാ പോലും. 2 ആഴ്ച കഴിയുമ്പോ പരീക്ഷയാ. നീ സപ്ലി മേടിച്ച് കൂട്ടാനിരിക്കുന്നതാണോ? അതൊക്കെ ഞാൻ പഠിച്ചോളാം. അയ്യോ, പരീക്ഷയുടെ തലേന്നിരുന്ന് പഠിക്കുന്ന പഠിത്തമായിരിക്കും. നീ സപ്ലി മേടിച്ച് കൂട്ടുന്ന എനിക്കിപ്പോ മനസ്സിലായി. അമ്മ, എന്തെന്നാ അമ്മ ഇങ്ങനെ നെഗറ്റീവ് പഠിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങളാണ് എന്നെ തളർത്തി കളയുന്നത് കേട്ടോ. ഇനി അത് ഞങ്ങളുടെ തലയിട്ട് വെച്ചോ. നീ മര്യാദക്ക് ഡിഗ്രിയും തീർത്ത് വല്ല ജോലിക്കും പോവാൻ നോക്ക്. അമ്മയുടെ പറച്ചിലായിട്ട് തോന്നുന്നു ഞാൻ സപ്ലി മേടിച്ചു വിട്ടിട്ട് പിന്നെ പരീക്ഷ എഴുതാൻ പോകുന്നതെന്ന്. ഞാൻ ഇന്നേ വരെ സപ്ലി മേടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പറ. ശരി, നീ വാങ്ങിച്ചിട്ടില്ല. ഒരു വട്ടം ചക്ക വീണും മുതൽ ചത്തൊന്നും പറഞ്ഞു അതെപ്പോഴും നടക്കണമെന്നില്ല. അമ്മ, എന്തോന്ന്? കേറിപ്പോടി. പോവന്നെ. അയ്യോ പോലെ, ഞാൻ പറയാൻ വന്ന കാര്യം മറന്നുപോയി. എന്തോന്ന് പറ. അത് മറ്റേ കൊച്ച്, എന്തിനായിരുന്നു അവളുടെ പേര്? ആദ്യത്തെയല്ലേ? അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്? അത് തന്നെ ആ പിള്ളേരൊക്കെ കൂടിയിട്ട് എന്തോ പഠിക്കാൻ എന്തൊക്കെ ആയിട്ട് എല്ലാവരും കൂടി കൂടിയിരുന്ന് പഠിക്കാൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാണ്. ഒന്ന് പോകാമോ? എനിക്ക് വേറെ പണിയില്ലാണ്ടിരിക്കില്ല. ഞാൻ പോകുന്നൊന്നുമില്ല. മര്യാദയ്ക്ക് പൊക്കോളാം. ആദ്യത്തെ വീട്ടിൽ ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ പൊക്കോളാം. അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും ഇവിടെ കേൾക്കൂലല്ലോ.
റെഡി ആയാലോ? ഇന്ന് വൈകിക്കണ്ട, വേഗം പോക്കോ. ഓ എന്നെ ഓട്ടിച്ച് വിടണ്ട, ഞാൻ പോവാന്നെ. ആ ഫോൺ ഇങ്ങ കൊണ്ട. പഠിക്കാൻ പോകുന്ന ആൾക്ക് എന്തിനാ ഫോൺ? കൂടുതൽ ചോദ്യം പറിച്ചില്ലൊന്നും വേണ്ട, എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നില്ല. മര്യാദയ്ക്ക് ആ ഫോൺ ഇങ്ങട്. ഓ ഇനി ഫോൺ തന്നില്ലാന്നും പറഞ്ഞ് പോകാണ്ടിരിക്കണ്ട, എന്നെടുത്തോണ്ട് പോ. ഓക്കെ ബൈ മാം. അല്ല ബുക്കൊന്നും എടുക്കുന്നില്ലേ? ഓ ഓർമ്മിപ്പിച്ച് നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ അതെടുക്കാണ്ട് പോയിരുന്നേനെ. ഈശ്വര, ഇത് ഇവിടെ പോയി അവസാനിക്കും എന്തോ. ഞാൻ പോവാട്ടോ അമ്മ. ഇതെന്നും ബസ് സമരം ഉള്ളതാണോ? അല്ലെങ്കിൽ ഒരു സ്ഥലത്തോട്ട് പോകാൻ നിൽക്കുമ്പോൾ ബസ്സൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ഏട്ടനല്ലേ? എൻ്റെ പൊന്ന് വേണ, നിനക്ക് താഴെ ഇറങ്ങി നടന്നൂടെ? ഇനി മുഞ്ഞുകുത്തി വീഴാനല്ലേ? അയ്യേ, ഞാൻ അതിനൊന്നും വീഴ്ത്തൊന്നുമില്ല. ഓ അല്ലെങ്കിലും പട്ടയെ തൊട്ട് പറഞ്ഞനുസരിക്കുന്ന പരിപാടി ഇല്ലല്ലോ. എന്നാന്ന് വെച്ചാൽ കണീര് പോട പട്ടി. ഓഹോ, പുറത്ത് കൊണ്ടുവരാൻ പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ ഞാൻ പട്ടിയില്ലേ? ഓ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ ഏട്ടന് ഇതായിരുന്നല്ലേ? വിളിച്ചു നോക്കാം, ഫോൺ എടുക്കുമെന്ന് അറിയാലോ. നിക്കടി പോലെ ഫോൺ അടിക്കുന്നുണ്ട്. വീണ്ടും ആ നമ്പറിൽ നിന്ന് കോള് അവൾ തന്നെ ആയിരിക്കും. കട്ട് ചെയ്തേക്കാം. ഏട്ടൻ എൻ്റെ ഫോൺ എടുക്കാണ്ടിരുന്നേ, ചിലപ്പം അറിയാണ്ട് കട്ടാക്കിയതായിരിക്കും. ഓ എന്തോന്ന്, ഫോൺ സൈലന്റ് ആക്കി വെക്കാം. ഇതന്നെ ഏട്ടൻ കോള് പോലും എടുക്കുന്നില്ലല്ലോ. ഇതന്നെ നീ പോയില്ലേ? ഇല്ല പോയില്ല. ഇപ്പം ഞാൻ ഇനി പഠിക്കേണ്ട പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നത്? ഓടിപ്പോയ പരീക്ഷയ്ക്ക് തോറ്റു പോകും. അങ്ങനെ തോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ സഹിച്ച്. നിങ്ങൾക്ക് എന്നെ നോക്കാൻ പറ്റില്ലെങ്കിൽ ശരി, ഞാൻ എങ്ങോടെങ്കിലും ഇറങ്ങിപ്പോക്കോളാം. അതെ, അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിൻ്റെ അടുത്ത്. ആ അമ്മ ഒന്നും പറഞ്ഞില്ല, ഇനി ഒന്നും പറയാൻ വേണ്ട. എനിക്ക് കുറച്ച് സ്വൈര്യം തരുമോ? ഈ നശിച്ച ജീവിതം ജീവിച്ച് തീർക്കണേക്കാൾ നല്ലത് ഒറ്റടിക്ക് ഇല്ലാണ്ടാവുന്ന. ഈ കൈ അങ്ങ് മുറിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഡേ എന്തിനുള്ള പുറപ്പാടാണെന്നടി നീ? ഇതിനാണല്ലോ ഞാൻ നിന്നെ ഇത്ര നാൾ വളർത്തിയത്. അമ്മ, ഇനി നീ എന്നെ അമ്മന്ന് വിളിച്ചു പോരുത്. അമ്മ ഞാൻ പറയുന്നത് കേക്കുമ്മ. ഇതെന്താണ് കേക്കണ്ടേ? ഇതിനായിരുന്നല്ലേടി നീ എന്നോട് ഒച്ച ഉണ്ടാക്കി വന്ന്. എനിക്ക് ആരുമില്ലെന്ന് തോന്നുന്നുണ്ടായ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അമ്മ, നീ എന്നെ മറന്നുപോയോ? ഞാൻ മരിച്ചു എന്നോർത്തോ നീ? അമ്മ അങ്ങനെയൊന്നും പറയാതെ. പിന്നെ എന്താണ് ഞാൻ പറയണ്ടേ? നിനക്ക് ഞാൻ ആരും അല്ലാത്തോണ്ടല്ലേ നിനക്ക് ഇപ്പം ആരുമില്ലെന്നുള്ള തോന്നൽ വന്നത്. ഞാൻ എന്നെ മറന്നിട്ടൊന്നുമില്ല. നിന്റെ ഇടം വളം നിനക്ക് ഇങ്ങനെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോ എന്തിനാടി മോളെ വെറുതെ? ഇതറിഞ്ഞ് സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? പറയാമ്മ, എനിക്കൊരു തെറ്റ് പറ്റിയത്, എന്നോട് ക്ഷമിക്ക്. ഇനി ഇതെങ്ങാനും വീണ്ടും ആവർത്തിച്ച എനിക്കിങ്ങനെ ഒരു മോളില്ലെന്ന് ഞാൻ ഓർക്കും. ഹലോ അമ്മ, കുഞ്ഞാറ്റ എന്തിയേ? അവള് മുറിയിലെങ്ങാണ്ടുവാ. എന്നമ്മ സൗണ്ട് വല്ലാണ്ടിരിക്കുന്നെ? അവള് കുഞ്ഞ്, നമ്മളൊന്നും വേണ്ട, അവൾക്ക് ചത്താ മതി എന്നാ പറയുന്നത്. എന്നതാ അമ്മ ഈ പറയുന്നേ? ആര് മോളെ, ഞാൻ സത്യ പറഞ്ഞത്. ഞാൻ മുറി കയറി ചെല്ലുമ്പോൾ അവൾ കയ്യിലൊരു ബ്ലേഡ് എടുത്ത് വെച്ച് കൈ മുറിക്കാനായിട്ട് നിൽക്കുമായിരുന്നു. അമ്മ ഈ പറയുന്ന സത്യമാണോ? അവളെന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? എനിക്കറിയില്ല. അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന അവൾക്ക് ഒറ്റയ്ക്കാന്ന് തോന്നിയോണ്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്തേന്നാ. അമ്മായി ചിലപ്പോൾ അത് കിച്ചുമായിട്ട് അവൾക്ക് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലല്ലോ. ഇനി അവൻ്റെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. അമ്മായി ഒരു കാര്യം ചെയ്യേ, അവളെ ഇങ്ങോട്ട് പറഞ്ഞോട്. ഞാനിവിടെ ഉള്ളപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ലല്ലോ. ഞാൻ അങ്ങനെ തോന്നണ സമ്മതിക്കില്ല. ഞാനൊരു കാര്യം ചെയ്യാം, സച്ചുവേട്ടനെ പറഞ്ഞോടാ, അവളെ കൂട്ടിയിട്ട് വരാൻ പറയാം. അമ്മായി വെച്ചോന്നോ? എനിക്ക് പേടി, എൻ്റെ കൊച്ചിനെ അങ്ങോട്ട് പറഞ്ഞുവിടാ. അമ്മ എന്തിനാ പേടിക്കുന്നത്? ഇവിടെ ഞാനില്ല. അവൾക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ നോക്കിക്കോളാം. ഇപ്പം ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമ്മുടെ കുഞ്ഞി നമ്മളൊക്കെ ഇട്ട് പോവാൻ നോക്കി. എനിക്ക് പറ്റൂല ഏട്ടാ, അവളൊന്ന് കൂട്ടിക്കൊണ്ടുപോവാ പ്ലീസ്. എന്തിനാണോ കരയുന്നത്? കാര്യം പറ. ഏട്ടാ അതല്ല, കുഞ്ഞിന്ന്
കൈ മുറിക്കാനായിട്ട് ബ്ലേഡൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അമ്മായി മുറിയിട്ട് കയറി ചെല്ലുമ്പോൾ എനിക്ക് പേടിയാട്ടാ. അവളൊന്ന് കൂട്ടിക്കൊണ്ടുപോവാ. ഒക്കെ എന്തെങ്കിലും പറ്റാ എനിക്ക് സഹിക്കൂല. എനിക്കിപ്പോൾ അവളെ കാണണം. കരയല്ലേ, ഞാനിപ്പോൾ പോയി അവളെ കൂട്ടിയിട്ട് വരാം. കരയാണ്ടിരിക്കേ. അവളെവിടെ? മുറിയുടെ അകത്തിരിക്കുക. ഞാനൊന്ന് അങ്ങോട്ട് പൊക്കോട്ടെ? എനിക്ക് അകത്തോട്ട് വരാമോ? ഏട്ടാ ഒരു കരച്ചിലിന് ആവശ്യമൊന്നുമില്ല. ഞാൻ മിക്ക കാര്യം അറിഞ്ഞു. എന്തിനാർന്നൂടാ ഇതൊക്കെ? എനിക്ക് വേണ്ട, പറയണ്ട. ബാ, എനിക്ക് നമുക്ക് പോവാം. എന്നാ നോക്കുന്നേ? വന്നില്ലേ? അല്ല ഏട്ടാ, ആ കിച്ചേട്ടനെ ഇതറിഞ്ഞോ? ഇല്ല, അവൻ്റെ അടുത്ത് ഇതാരും പറഞ്ഞിട്ടില്ല. ഇനി അറിയാൻ വേണ്ട. ഇതെങ്ങാനും ഏട്ടൻ അറിഞ്ഞൂന്ന് അറിഞ്ഞ പിന്നെ ഞാനൊരു നിമിഷം ആ വീട്ടിൽ നിൽക്കില്ല. എന്നതാ കൊച്ചു കാണിച്ചത്? കുറെയൊക്കെ കണ്ടപ്പോൾ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന പോലെ തോന്നായിരുന്നു. ഇനി അങ്ങനെ കാണാനുള്ള ശേഷി എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. സാരില്ല, കൊച്ചു മുറി പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. ആ കിച്ചു, നീ വന്നോ? ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ പൊന്നേട്ടാ സംസാരമൊക്കെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇവളെ കൊണ്ട് പോയിട്ട് ഇവളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ച് ഞാനൊരു പരിവായി. ഞാൻ പോയൊന്ന് കുളിക്കട്ടെ. നിനക്ക് ഫ്രഷ് ഒന്നും ആവണ്ടടി പെണ്ണേ. അതൊക്കെ ഞാൻ കുളിച്ചോളാം. നീ എന്നാന്ന് വെച്ചാൽ കാണിക്ക്. ഞാൻ ഫ്രഷ് ആവാൻ പോവാ. നീ ഒന്ന് പുറത്തു പോയിരുന്നേ. ഓഹോ, തനിക്ക് ഇതായിരുന്നല്ലോ ഇപ്പോൾ ഇവിടെ പരിപാടി. നീ ഇതിപ്പോ ഒന്ന്